PSC ബുള്ളറ്റിൽ നിന്നെടുത്ത സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ്. നമുക്ക് പോയിന്റ്സിലേക്ക് നോക്കാം. ASLV സ്റ്റാൻഡ്സ് ഫോർ ASLV എന്താണ്? ഓഗ്മെൻറ്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് ASLV പറയുന്നത്. SLV-3 എന്നത് ഇന്ത്യയുടെ ഒരു എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. GSLV അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ, അതിൻ്റെ ഓപ്പറേഷനിലെ ഫസ്റ്റ് സ്റ്റേജിൽ സോളിഡ് ആയിട്ടുള്ള ഫ്യൂവലുകളും സെക്കൻഡ് സ്റ്റേജിൽ ലിക്വിഡ് ഫ്യൂവലുമാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ISRO സെറ്റപ്പ് ചെയ്ത് 1969 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരിലാണ്. ISRO സെറ്റപ്പ് ചെയ്ത് 1969 ഓഗസ്റ്റ് 15 ഒന്നും കൂടെ നോക്കാം. ASLV എന്നാണ് ഓഗ്മെൻറ്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. SLV-3 ഒരു എക്സ്പെരിമെൻ്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. GSLV ജിയോ സിങ്ക്രണൈസ് സാറ്റലൈറ്റ്. ജിയോ സിങ്ക്രണൈസ് സാറ്റലൈറ്റ് എന്താണ്? അതിൻ്റെ ഓപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ സോളിഡ് ഫ്യൂവൽ യൂസ് ചെയ്യുന്നു. അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിൽ ലിക്വിഡ് ഫ്യൂവൽ യൂസ് ചെയ്യുന്നു. ISRO സെറ്റപ്പ് ചെയ്ത് 1969 ഓഗസ്റ്റ് 15 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ബാംഗ്ലൂരുവിലാണ്. ഫസ്റ്റ് സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ വാസ് ആര്യഭട്ട. ആദ്യത്തെ സാറ്റലൈറ്റ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ആദ്യ സാറ്റലൈറ്റ് ആര്യഭട്ടയാണ്. ആദ്യ കൃത്രിമ ഉപഗ്രഹം. സോവിയറ്റ് യൂണിയനിലെ വോൾഗോഗ്രാഡ് വിക്ഷേപണ കേന്ദ്രത്തിൽ വച്ചിട്ടായിരുന്നു ആര്യഭട്ട വിക്ഷേപിച്ചത്. എൻ്റെ വിക്ഷേപണ വാഹനം C1 ഇന്റർ കോസ്മോസ്. ആര്യഭട്ട ഫസ്റ്റ് സാറ്റലൈറ്റാണ് ഇന്ത്യയുടെ. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനിലെ വോൾഗോഗ്രാഡ് എന്ന വിക്ഷേപണ കേന്ദ്രത്തിലായിരുന്നു ഇത് വിക്ഷേപിച്ചത്. C1 ഇന്റർ കോസ്മോസ് എന്ന വിക്ഷേപണ വാഹനത്തിലായിരുന്നു ആര്യഭട്ട വിക്ഷേപിച്ചത്. ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ഡോക്ടർ വിക്രം സാരാഭായ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ചർ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവായിരുന്നു വിക്രം സാരാഭായ്. ISROയുടെ ആദ്യ ചെയർമാനാണ് വിക്രം സാരാഭായ്. വിക്രം സാരാഭായ് ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് ദിനം ആയ ഓഗസ്റ്റ് 12 അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. ഇന്ത്യയുടെ റിമോട്ട് സെൻസിങ് ദിനം. ISROയുടെ വാണിജ്യ സ്ഥാപനം എന്താണ്? ആൻഡ്രിക്സ് ആണ് ISROയുടെ വാണിജ്യ സ്ഥാപനം. ഒന്നുകൂടെ നോക്കാം. ഗ്രേറ്റ് ഇന്ത്യൻ സയൻറ്റിസ്റ്റായ ഡോക്ടർ വിക്രം സാരാഭായ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച്. ISROയുടെ ആദ്യ ചെയർമാൻ കൂടിയാണ് വിക്രം സാരാഭായ്. വിക്രം സാരാഭായുടെ ജന്മദിനമായ ഓഗസ്റ്റ് 12 ഇന്ത്യയിലെ റിമോട്ട് സെൻസിങ് ദിനമായി ആചരിക്കുന്നത്. ISROയുടെ വാണിജ്യ സ്ഥാപനമാണ് ആൻഡ്രിക്സ്. IRNSS ഈസ് എ നാവിഗേഷൻ സാറ്റലൈറ്റ്. IRNSS എന്താണ്? നാവിഗേഷൻ സാറ്റലൈറ്റ് ആണ്. IRNSSൻ്റെ ശ്രേണിയിൽ ഒരു ഇന്ത്യൻ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യൻ ബഹിരാകാശ രംഗം രൂപം നൽകിയ ഒരു പദ്ധതിയാണ് IRNSS. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് IRNSS. ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം ഇനി മുതൽ അറിയപ്പെടുന്നത് നാവിക് എന്ന പേരിലാണ്. ISRO നാവിഗേഷൻ സെൻറ്ററിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരിലെ ബാലലു ആണ്. IRNS ശ്രേണിയിലെ അവസാനത്തെ ഉപഗ്രഹമാണ് IRNS-1I. അത് വിക്ഷേപിച്ച വാഹനം PSLV-C-41 ആണ്. IRNS ഈസ് എ നാവിഗേഷൻ സാറ്റലൈറ്റ്. IRNSS ഈസ് എ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. നാവിഗേഷനും റേഞ്ചിങ്ങിനുമായി ഇന്ത്യൻ ബഹിരാകാശ രംഗം രൂപം നൽകിയ ഒരു പദ്ധതിയാണ് IRNSS. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഒരു ഉപഗ്രഹാധിഷ്ഠിത ഗതി നിർണയ സംവിധാനമാണ് IRNSS. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം ഇനി അങ്ങോട്ട് അറിയപ്പെടുന്നത് നാവിക് എന്ന പേരിലാണ്. ഗതി നിർണയ ഉപഗ്രഹ സംവിധാനം. ISROയുടെ നാവിഗേഷൻ സെൻറ്റർ, ISRO നാവിഗേഷൻ സെൻറ്ററിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരുവിലെ ബാലലു ആണ്. IRNS ശ്രേണിയിലെ അവസാനത്തെ ഉപഗ്രഹം IRNS-1I ആണ്. ഇത് വിക്ഷേപിച്ച വാഹനം PSLV-C-41 ആണ്. ഇനി അടുത്ത് നോക്കാം. രാകേഷ് ശർമ്മ ഈസ് ദ ഫസ്റ്റ് മാൻ ഇൻ സ്പേസ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ഈ സിറ്റുവേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട. രാകേഷ് ശർമ്മയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഇന്ത്യൻ മാൻ ഇൻ സ്പേസിലെത്തിയ ആദ്യത്തെ മാൻ. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എവിടെയാണ്? ശ്രീഹരിക്കോട്ടയിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. അങ്ങോട്ട് നോക്കാം. ഫസ്റ്റ് ഇന്ത്യൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തതാണ് ആര്യഭട്ട. ആര്യഭട്ട ആണ് ആദ്യത്തെ ഇന്ത്യൻ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്ത്. വിക്രം സാരാഭായ് ഈസ് ദ ഗ്രേറ്റ് സയൻറ്റിസ്റ്റ് ഡോക്ടർ വിക്രം സാരാഭായ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് റിസർച്ച്. IRNS is a navigation satellite. Rakesh Sharma is the first Indian man in space. Satish Dhawan Space Center is situated at Sriharikota. Apple was India's first experimental geostationary satellite. India's first experimental satellite was assisted by the Soviet Union.
ഇന്ത്യയുടെ ആദ്യത്തെ ഒരു വാർത്താവിനിമയ ഉപഗ്രഹമായിരുന്നു ആപ്പിൾ. ഇത് വിക്ഷേപിച്ചത് ഏരിയൽ എന്ന ഒരു വാഹനത്തിലാണ്. ആപ്പിൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള ഒരു ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഒരു എക്സ്പെരിമെൻ്റൽ സാറ്റലൈറ്റിനെ ഹെൽപ്പ് ചെയ്തത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. ഈ ആപ്പിൾ വിക്ഷേപിച്ച വാഹനമാണ് ഏരിയൽ എന്ന വാഹനം, വിക്ഷേപണ വാഹനം. ഇന്ത്യയുടെ ആദ്യത്തെ ഒരു വാർത്താവിനിമയ ഉപഗ്രഹമാണ് ആപ്പിൾ. ഇൻസാറ്റ് 2 പ്രൊജക്റ്റ് വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനസ്ലി ബിൽറ്റ് സാറ്റലൈറ്റ്. ഇൻസാറ്റ് 2 അത് ഇന്ത്യയുടെ ഒരു പ്രൊജക്റ്റാണ്. ഇൻസാറ്റ് 2 പ്രൊജക്റ്റ് ഇത് ഇൻഡിജിനസ്ലി ബിൽറ്റ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റാണ്. ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റമാണ്. ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ഇൻസാറ്റ്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 1A. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 1A. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് ആരാണ്? GSLV ആണ്. ജിയോ സിഗ്നലൈസ് സാറ്റലൈറ്റുകളാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 2A. ഇൻസാറ്റ് 2 പ്രൊജക്ട് വാസ് ഇന്ത്യാസ് ഫസ്റ്റ് ഇൻഡിജിനസ്ലി ബിൽറ്റ് സാറ്റലൈറ്റ്. വിവിധോദ്ദേശ സാറ്റലൈറ്റാണ് ഇൻസാറ്റ് എന്ന് പറയുന്നത്. അതായത് ഇൻസാറ്റ് എന്ന് പറയുന്ന ഇതിൽ ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വിവിധോദ്ദേശ ഉപഗ്രഹം ഇൻസാറ്റ് 1A ആണ്. എന്നാൽ ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യ വിവിധോദ്ദേശ ഉപഗ്രഹം എന്ന് പറയുന്നത് ഇൻസാറ്റ് 2A ആണ്. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെയൊക്കെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് GSLV ആണ്. ഇൻസാറ്റ് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത് GSLV ആണ്. ദ ഹെഡ് ക്വാർട്ടർ ഓഫ് DRDO ഈസ് ഇൻ ന്യൂഡൽഹി. DRDOയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവയെ വികസിപ്പിക്കുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ് DRDO. DRDOയുടെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. DRDO സ്ഥാപിതമായത് 1958 അഗ്നി, പൃഥ്വി, ആകാശ് എന്നീ മിസൈലുകളെല്ലാം DRDO വികസിപ്പിച്ചതാണ്. ഇന്ത്യയിൽ മിസൈലുകൾ, ടാങ്കുകൾ, അന്തർവാഹിനികൾ എന്നിവയൊക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗവേഷണ സ്ഥാപനമാണ് DRDO. ഈ DRDOയുടെ ഫുൾ ഫോം ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്നാണ്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. DRDO സ്ഥാപിതമായത് 1958 അഗ്നി, പൃഥ്വി, ആകാശ് ഈ മിസൈലുകളെല്ലാം DRDO ആണ് വികസിപ്പിച്ചെടുത്തത്. IRNS-1E, the fifth satellite in the Indian Regional Navigation Satellite System, was launched by vehicle PSLV C-31. IRNSS-1E അത് 5th സാറ്റലൈറ്റാണ്. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിലെ അഞ്ചാമത്തെ സാറ്റലൈറ്റാണ് IRNSS-1E. ഇത് ലോഞ്ച് ചെയ്ത വെഹിക്കിൾ PSLV C-31 ആണ്. ഇത് വിക്ഷേപിച്ചത് 2016 ജനുവരി 20 IRNSS-1E. IRNS ശ്രേണിയിലെ ഏറ്റവും അവസാനത്തേത് IRNS-1I ആണ്. IRNS-1I വിക്ഷേപിച്ചത് PSLV C-41 IRNS-1E വിക്ഷേപിച്ചത് PSLV C-31 2016 ജാനുവരി 20 IRNSS-1E വിക്ഷേപിച്ചത്. Apple was the first experimental geostationary satellite. India's first experimental satellite was assisted by the Soviet Union. ആപ്പിളിൻ്റെ വിക്ഷേപണ വാഹനം ഏരിയൽ. ഇൻസാറ്റ് 2 project was India's first indigenously built satellite. Headquarter of DRDO is in New Delhi. DRDO സ്ഥാപിതമായത് 1958. IRNS-1E, the 5th satellite in the Indian Regional Navigation Satellite System, was launched by vehicle PSLV C-31. IRNS consists of constellation of 7 satellites, of which there are geostationary and 4 are non-geostationary. It will provide mapping and tracking services. IRNS ശ്രേണിയിൽ ഏകദേശം 7ഓളം സാറ്റലൈറ്റുകളുണ്ട്. അതിനകത്ത് 3 ജിയോ സ്റ്റേഷനറി ആയിട്ടുള്ള സാറ്റലൈറ്റുകളും 4 നോൺ ജിയോ സ്റ്റേഷനറി ആയിട്ടുള്ള സാറ്റലൈറ്റുകളുമാണ്. ഇത് മാപ്പിങ്ങിനും ട്രാക്കിംഗ് സർവീസുകൾക്കും എല്ലാമാണ് ഉപയോഗിക്കുന്നത്. IRNSS നാവിഗേഷനും റേഞ്ചിങ്ങിനുമായിട്ട് രൂപം നൽകിയ ഒരു പദ്ധതിയാണ് IRNSS എന്ന് പറയുന്നത്.
IRNSS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം. ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൽ ഏകദേശം 7ഓളം സാറ്റലൈറ്റ്സ് ഉണ്ട്. ഇതിൽ 3 ജിയോ സ്റ്റേഷനറി ആയിട്ടുള്ള സാറ്റലൈറ്റുകളും 4 നോൺ ജിയോ സ്റ്റേഷനറി ആയിട്ടുള്ള സാറ്റലൈറ്റുകളുമാണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്ന മാപ്പിംഗ്, ട്രാക്കിംഗ് അത്തരത്തിലുള്ള സർവീസുകളാണിത് നമുക്ക് നൽകുന്നത്. മാപ്പിംഗ്, ട്രാക്കിംഗ് സർവീസസ് ആണ്. Countries like Russia, Japan and China have cryogenic engine technique. ക്രയോജനിക് ആയിട്ടുള്ള ഒരു എൻജിൻ ടെക്നിക്ക് എവിടെയുണ്ട്? റഷ്യയിൽ, ജപ്പാനിൽ, ചൈനയിലൊക്കെ ഉണ്ട്. കൺട്രീസ് ലൈക്ക് റഷ്യ, ജപ്പാൻ ആൻഡ് ചൈന ഹാവ് എ ക്രയോജനിക് എൻജിൻ ടെക്നിക്ക്. GSLV Mark III. GSLV Mark III ഈസ് ദ ഹെവിയസ്റ്റ് റോക്കറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള ഒരു റോക്കറ്റാണ് GSLV Mark III. GSLV Mark III ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റാണ്. ഇത് വിക്ഷേപിച്ചതെന്നാണ് 2017 ജൂൺ 5-നാണ്. വിക്ഷേപണ കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻ്ററാണ്. 4000 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വരെ ഇതിന് വിക്ഷേപിക്കാനായിട്ട് സാധിക്കും. GSLV Mark III റോക്കറ്റിന് 4000 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വരെ ഈ GSLV Mark III റോക്കറ്റിന് ഭ്രമണപഥത്തിൽ എത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ GSLV Mark III ഏറ്റവും ഭാരം കൂടിയ റോക്കറ്റാണ്. ഇത് വിക്ഷേപിച്ചത് 2017 ജൂൺ 5-നാണ്. ഇത് വിക്ഷേപിച്ച കേന്ദ്രം സതീഷ് ധവാൻ സ്പേസ് സെൻ്ററാണ്. 4000 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹങ്ങളെ വരെ GSLV Mark III റോക്കറ്റിന് ഭ്രമണപഥത്തിൽ എത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മാസ് മിഷൻ വാസ് ഇന്ത്യസ് ഫസ്റ്റ് ഇന്റർപ്ലാനറ്ററി മിഷൻ. ISRO became the 4th space agency to reach Mars. മാസ് മിഷൻ, ഇന്ത്യയുടെ മാസ് മിഷൻ ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്റർപ്ലാനറ്ററി മിഷനായിരുന്നു. അതായത് ചൊവ്വ ഗ്രഹത്തിലേക്ക് പോയ മാസ് മിഷൻ. ISRO became the 4th space agency to reach Mars. ചൊവ്വയിലെത്തിയ 4ാമത്തെ ഒരു സ്പേസ് ഏജൻസിയാണ് ISRO. ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞിട്ടുള്ള ചൊവ്വ ദൗത്യമായിരുന്നു മംഗൾയാൻ. മംഗൾയാനെ ഭ്രമണപഥത്തിലെത്തിച്ച വിക്ഷേപണ വാഹനം PSLV-C-25 ആയിരുന്നു. മംഗൾയാൻ ഭ്രമണപഥത്തിലെത്തിയ ദിവസം 2014 സെപ്റ്റംബർ 24-ആണ്. എന്നാൽ വിക്ഷേപിച്ചത് 2013 നവംബർ 5-നാണ്. മംഗൾയാൻ ദൗത്യത്തിൻ്റെ ഡയറക്ടർ ആയിരുന്നു V. കേശവരാജു ആയിരുന്നു മംഗൾയാൻ ദൗത്യത്തിൻ്റെ ഡയറക്ടർ. അപ്പം മാസ് മിഷൻ വാസ് ഇന്ത്യസ് ഫസ്റ്റ് ഇന്റർപ്ലാനറ്ററി മിഷൻ. ISRO became the 4th space agency to reach Mars. ലോകത്തിലെ ഏറ്റവും ചെലവ് കുറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഇന്ത്യയുടെ മംഗൾയാൻ. മംഗൾയാനെ ഭ്രമണപഥത്തിൽ വിക്ഷേപിച്ച വാഹനം PSLV-C-25 ആണ്. ഇന്ത്യയിൽ നിന്ന് മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5-നാണ്. മംഗൾയാൻ ഭ്രമണപഥത്തിൽ എത്തിയ ദിവസം 2014 സെപ്റ്റംബർ 24-നാണ്. 2013 നവംബർ 5-ന് വിക്ഷേപിച്ചു. 2014 സെപ്റ്റംബർ 24-ന് അത് ഭ്രമണപഥത്തിൽ എത്തി. മംഗൾയാൻ്റെ ദൗത്യത്തിൻ്റെ ഡയറക്ടർ ആയിരുന്നു V. കേശവരാജു ആയിരുന്നു മംഗൾയാൻ ദൗത്യത്തിൻ്റെ ഡയറക്ടർ. IRNS consists of constellation of 7 satellites, of which there are 3 are geostationary and 4 are non-geostationary. It will provide mapping and tracking services. Countries like Russia, Japan and China have a cryogenic ഏതൊക്കെ കൺട്രീസിനുള്ള റഷ്യ, ജപ്പാൻ ആൻഡ് ചൈന ഹാവ് എ ക്രയോജനിക് എൻജിൻ ടെക്നിക്. GSLV Mark III is the heaviest rocket of India. Mars mission was India's first interplanetary mission. ISRO became the 4th space agency to reach Mars. India is the first Asian nation to reach Mars orbit. മാർസ് ഓർബിറ്റിലെത്തുന്ന ആദ്യത്തെ ഒരു ഏഷ്യൻ രാജ്യം കൂടിയാണ് ഇന്ത്യ. ഇന്ത്യയാണ് മാർസ് ഓർബിറ്റിലെത്തുന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം. ചന്ദ്രയാൻ 1 was launched by ISRO in October 2008. The vehicle was successfully inserted into lunar orbit on 8 November 2008. Prime Minister Adal Bihari Vajpayee announced the project on course in his Independence Day speech on 15th August 2003. ചന്ദ്രയാൻ 1 ISRO ലോഞ്ച് ചെയ്തതെന്നാണ് 2008. അതായത് ചന്ദ്രയാൻ 1 ISRO വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. ചന്ദ്രയാൻ 1 ഇന്ത്യ വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22-നാണ്. വെഹിക്കിൾ വാസ് സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ഇൻ ലൂണാർ ഓർബിറ്റ്. അതായത് അത് ഭ്രമണപഥത്തിൽ എത്തുന്നത് 2008 നവംബർ 8-നാണ്. ഭ്രമണപഥത്തിലെത്തുന്നത് 2008 നവംബർ 8-നാണ്. 2008 ഒക്ടോബർ 22-ന് ചന്ദ്രയാൻ വിക്ഷേപിച്ചു. 2008 നവംബർ 8-ന് ചന്ദ്രയാൻ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തുന്നു. പ്രൈം മിനിസ്റ്ററായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയിയാണ് ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തത് 2003 ഓഗസ്റ്റ് 15-ന് അദ്ദേഹത്തിന് ഇൻഡിപെൻഡൻസ് സ്പീച്ചിൽ. ചന്ദ്രയാൻ പേടകത്തെ വഹിച്ചു കൊണ്ടുപോയ റോക്കറ്റ് ഏതായിരുന്നു? PSLV-C-11 ആയിരുന്നു. മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിച്ചത് 2008 നവംബർ 22-നാണ്. ചന്ദ്രയാൻ പേടകത്തെ വഹിച്ചു കൊണ്ടുപോയ റോക്കറ്റ് PSLV-C-11 ആണ്. ചന്ദ്രയാൻ
എന്നാണ് വിക്ഷേപിച്ചത്? ഇന്ത്യയിൽ നിന്ന് 2008 ഒക്ടോബർ 22 വിക്ഷേപിക്കുന്നു. 2008 നവംബർ 8 അത് ഭ്രമണപഥത്തിലെത്തുന്നു. മൂൺ ഇമ്പാക്റ്റ് പ്രോബ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിക്കുന്നത് 2008 നവംബർ 22 പതിക്കുന്നു. ചന്ദ്രയാൻ വഹിച്ചു കൊണ്ടുപോയ റോക്കറ്റ് PSLV-C-11 ആണ്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ വാസ് ഡെവലപ്ഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഇൻഡിജിനസ്ലി ഇൻ ഇന്ത്യ. അപ്പോൾ PSLV എന്ന് പറയുന്നതാണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളാണ്. ഇത് ഡെവലപ്പ് ചെയ്തതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇന്ത്യ തന്നെയാണ്. തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ ഈസ് സിറ്റുവേറ്റഡ് ഇൻ കേരള. എവിടെയാണ് തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിങ് സ്റ്റേഷൻ? കേരളത്തിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെരി ക്ലോസ് ടു എർത്ത്സ് മാഗ്നറ്റിക് ഇക്വേറ്റർ. എർത്തിൻ്റെ മാഗ്നറ്റിക് ഇക്വേറ്ററുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ളൊരു ലോഞ്ചിങ് സ്റ്റേഷനാണ് തുമ്പ. 1963 നവംബർ 21 ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1963 നവംബർ 21. ഇന്ത്യൻ നാഷണൽ ഈ ടെല്ല് സ്ഥാപിക്കുന്നത് ഇൻകോസ്പാറാണ്, അതായത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. ടെല്ല് സ്ഥാപിക്കുക ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. നെക്കെ അപ്പാച്ചെ, തുമ്പയിൽ നിന്ന് ആദ്യമായിട്ട് വിക്ഷേപിച്ച റോക്കറ്റാണ് ഈ നെക്കെ അപ്പാച്ചെ. തുമ്പ UNOയ്ക്ക് സമർപ്പിക്കുന്നത് 1968 ഫെബ്രുവരി 2 ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. അങ്ങനെയാണെങ്കിൽ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട, മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഒഡീഷയിലെ ചാന്ദിപ്പൂർ. തുമ്പ ഇക്വറ്റോറിയൽ ലോഞ്ചിങ് സ്റ്റേഷൻ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇതിൻ്റെ പ്രത്യേകത വളരെയധികം എർത്തിൻ്റെ മാഗ്നറ്റിക് ഇക്വേറ്ററിനോട് വളരെയധികം ക്ലോസ് ആയിട്ടുള്ളതാണ്. 1963 നവംബർ 21 ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് സ്ഥാപിച്ചത് ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ചാണ്. ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. തുമ്പ UNOയ്ക്ക് സമർപ്പിക്കുന്ന 1968 ഫെബ്രുവരി 2 ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇന്ത്യയുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ. അങ്ങനെയാണ് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ശ്രീഹരിക്കോട്ട. ഇന്ത്യയുടെ മിസൈൽ വിക്ഷേപണ കേന്ദ്രം ഒഡീഷയിലെ ചാന്ദിപ്പൂറാണ്. അടുത്ത് നോക്കാം. നിർഭയ് ഈസ് എ മിസൈൽ ഓഫ് 1000 കിലോമീറ്റർ പോകുന്ന ഒരു മിസൈലാണ്, ഒരു ക്രൂയിസ് മിസൈലാണ്. ഇത് ഇന്ത്യ ആണ് ഡെവലപ്ഡ് ഇൻ ഇന്ത്യ ബൈ എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അണ്ടർ DRDOയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റാണ് ഇത് ഡെവലപ്പ് ചെയ്ത്. ഇതൊരു ക്രൂയിസ് മിസൈലാണ്. ലോഞ്ച് ചെയ്ത് 15 ഏപ്രിൽ 2019 നിർഭയ് ഈസ് എ ക്രൂയിസ് മിസൈൽ ഓഫ് 1000 കിലോമീറ്റർ, ഏകദേശം 1000 കിലോമീറ്ററോളം പോകുന്ന ഒരു മിസൈലാണ് നിർഭയ്. ഇത് 15 ഏപ്രിൽ 2019 ലോഞ്ച് ചെയ്തതാണ്. ഇത് DRDOയുടെ കീഴിലുള്ള എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റാണ് ഡെവലപ്പ് ചെയ്തത്. റേഞ്ച് ഓഫ് അഗ്നി 3 ഈസ് ബിറ്റ്വീൻ 3000 to 5000 കിലോമീറ്റേഴ്സ്. അതായത് റേഞ്ച് ഓഫ് അഗ്നി 3 മിസൈലിൻ്റെ റേഞ്ചാണ് ഏകദേശം 3000 മുതൽ 5000 കിലോമീറ്റർ വരെ പോകാനുള്ള ഒരു കേപ്പബിലിറ്റി അഗ്നി 3ക്കുണ്ട്. പിന്നെ ഒരു മിസൈൽ നാഗ് എന്ന് പറയുന്ന ഒരു മിസൈൽ വർക്ക് ചെയ്യുന്ന തിയറി ഫയർ ആൻഡ് ഫോർഗറ്റ് എന്ന ഒരു തിയറിയാണ്. ഫയർ ആൻഡ് ഫോർഗറ്റ് തിയറിയിലാണ് നാഗ് എന്ന മിസൈൽ വർക്ക് ചെയ്യുന്നത്. അഗ്നി 5 മിസൈൽ ഈസ് ആൻ ഇൻ്റർകോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ. അഗ്നി 5 മിസൈൽ ഒരു ഇൻ്റർകോണ്ടിനെൻ്റൽ ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലാണ്. ഇറ്റ് ഈസ് ഇൻഡിജിനസ്ലി ഡെവലപ്ഡ് ബൈ ഇന്ത്യ. ഇറ്റ് റേഞ്ച് ഈസ് ബിറ്റ്വീൻ 5000 മുതൽ 6000 കിലോമീറ്റർ വരെ റേഞ്ച് പോകുന്ന ഒരു മിസൈലാണ് അഗ്നി 5. ഇത് ഇന്ത്യയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ഇൻ്റർകോണ്ടിനെൻ്റൽ ആയിട്ടുള്ള ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കംസ് അണ്ടർ. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് റിസർച്ച് ആൻഡ് DRDO ഇത് ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ കീഴിലാണ് വരുന്നത്. അടുത്ത് നോക്കാം. ഇവിടെ ഒരു പോയിന്റ് വിട്ടു. ബ്രഹ്മോസ് മിസൈൽ ഡെവലപ്പ് ചെയ്ത ആരാണ്? DRDO ആണ് ബ്രഹ്മോസ് മിസൈൽ ഡെവലപ്പ് ചെയ്തത്. ബ്രഹ്മോസ് മിസൈലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മോസ് മിസൈൽ ഒരു സൂപ്പർ സോണിക് ആയിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. സബ്മറൈനിൽ, ഷിപ്പിൽ, എയർക്രാഫ്റ്റിൽ അല്ലെങ്കിൽ ലാൻഡിൽ നിന്നൊക്കെ നമുക്ക് ഇടാവുന്ന ഒരു മിസൈലാണ്. സൂപ്പർ സോണിക് ആയിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈലാണ്.
ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ കൂടിയാണ് ബ്രഹ്മോസ്. ബ്രഹ്മോസ് ഡെവലപ്പ് ചെയ്തത് DRDO ആണ്. സബ്മറൈനിൽ, ഷിപ്പിൽ, എയർക്രാഫ്റ്റിൽ, ലാൻഡിലൊക്കെ യൂസ് ചെയ്യാവുന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ്. ഇതൊരു ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ സോണിക് ആയിട്ടുള്ള ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. അഗ്നി 3 എന്ന് പറഞ്ഞു. അഗ്നി 3 ഇതിലാണ് 3000 മുതൽ 5000 കിലോമീറ്റർ വരെ റേഞ്ചിലുള്ള ഒരു മിസൈലാണ് അഗ്നി 3. ഈ അഗ്നി റേഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? അഗ്നി 5 ആണ്. ഇനി അഗ്നി 6 ഉണ്ട്. അഗ്നി 6 ഡെവലപ്മെൻറ്റിലാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് അഗ്നി 5 ആണ്. അഗ്നി 5 നാഗ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈലാണ്. ഏകദേശം 5000 മീറ്റർ മുതൽ 4 കിലോമീറ്റർ വരെ റേഞ്ചിൽ പോകാനായിട്ട് നാഗ് എന്ന് പറയുന്ന ഒരു മിസൈലിന് സാധിക്കും. അതിൻ്റെ പ്രിൻസിപ്പൽ തിയറി ഫയർ ആൻഡ് ഫോർഗറ്റ് എന്ന തിയറിയാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. DRDO ആണ് നാഗ് എന്ന മിസൈൽ ഡെവലപ്പ് ചെയ്തത്. DRDO ആണ് നാഗ് മിസൈൽ ഡെവലപ്പ് ചെയ്തത്. In India, in Hassan and Bhopal. ഹസൻ എന്ന് പറയുന്ന സ്ഥലം കർണാടകയിലെ ഹസന്, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഭോപ്പാൽ. ഇവിടെ രണ്ടിലും എന്ത് ഫെസിലിറ്റി ഉണ്ട്? മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി ഉണ്ട്. മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി കർണാടകയിലെ ഹസനിൽ, അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. ഈ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റർ ആൻഡ് കൺട്രോൾ ഓൾ ദ ജിയോ സ്റ്റേഷണറി ആൻഡ് ജിയോ സിങ്ക്രണൈസ് സാറ്റലൈറ്റ് ഓഫ് ISRO, നെയിംലി ഇൻസാറ്റ്, ജിസാറ്റ്, കൽപ്പന, IRNS സീരീസ് ഓഫ് സാറ്റലൈറ്റ്. ഇത്തരത്തിലുള്ള സാറ്റലൈറ്റുകളെല്ലാം കൺട്രോൾ ചെയ്യാനും അതിനെ മോണിറ്റർ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി. ഇന്ത്യയിൽ ഈ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി ഉള്ളത് കർണാടകയിലെ ഹസനിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ഭോപ്പാലിലുമാണ്. മോണിറ്റർ ആൻഡ് കൺട്രോൾ ഓൾ ദ ജിയോ സ്റ്റേഷണറി അല്ലെങ്കിൽ ജിയോ സിങ്ക്രണൈസ് സാറ്റലൈറ്റ് ഓഫ് ISRO, നെയിംലി ഇൻസാറ്റ്, ജിസാറ്റ്, കൽപ്പന ആൻഡ് IRNS സീരീസ് ഓഫ് സാറ്റലൈറ്റ്. ഇത്തരത്തിലുള്ള സീരീസ് ഓഫ് സാറ്റലൈറ്റുകളെ മോണിറ്റർ ചെയ്യുന്നതിനും അത് കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി. ഇന്ത്യയിൽ ഈ മാസ്റ്റർ കൺട്രോൾ ഫെസിലിറ്റി സ്ഥാപിതമായിരിക്കുന്നത് കർണാടകയിലെ ഹസനിലും മധ്യപ്രദേശിലെ ഭോപ്പാലിലുമാണ്. ഇനി ഫീൽഡ് മാർഷൽ, ജനറൽ, ലെഫ്റ്റനൻറ്റ് ജനറൽ ആൻഡ് മേജർ ജനറൽ ഈസ് ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഓഫീസേഴ്സ് ഇൻ ദ ഇന്ത്യൻ ആർമി. ചീഫ് ഓഫ് എയർഫോഴ്സ് ഈസ് കോൾഡ് എയർ ചീഫ് മാർഷൽ. അതായത് ഫീൽഡ് മാർഷൽ, അതിനുശേഷം തൊട്ട് താഴെ വരുന്നതാണ് ജനറൽ, അതിന് തൊട്ട് താഴെ ലെഫ്റ്റനൻറ്റ് ജനറൽ വരുന്നു. ആൻഡ് മേജർ ജനറൽ ഈസ് ദ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഓഫീസേഴ്സ് ഇൻ ദ ഇന്ത്യൻ ആർമി. ഇന്ത്യൻ ആർമിയിലെ ഓഫീസേഴ്സിൻ്റെ ഡിക്രീസിങ് ഓർഡർ എങ്ങനെയാണ്? ആദ്യം ഫീൽഡ് മാർഷൽ, തൊട്ട് താഴെ ലെഫ്റ്റനൻറ്റ് ജനറലിന് ശേഷം മേജർ ജനറൽ വരുന്നു. അപ്പം ഫീൽഡ് മാർഷൽ, ലെഫ്റ്റനൻറ്റ് ജനറൽ, മേജർ ജനറൽ. ഈ ഫീൽഡ് മാർഷലിന് തുല്യമായിട്ടുള്ള എയർഫോഴ്സിലുള്ള പദവിയാണ് എയർ ചീഫ് മാർഷൽ. ഫീൽഡ് മാർഷലിന് തുല്യമായിട്ട് എയർഫോഴ്സിലുള്ള പദവിയാണ് എയർ ചീഫ് മാർഷൽ. ഫീൽഡ് മാർഷൽ പദവി കരസേനയിലെ ഏറ്റവും ഉയർന്ന ഒരു ഓണററി പദവിയാണ് ഫീൽഡ് മാർഷൽ പദവി. ഫീൽഡ് മാർഷൽ പദവിക്ക് ശേഷം ആരാണ്? ജനറലിന് ശേഷം ലെഫ്റ്റനൻറ്റ് ജനറലിന് ശേഷമാണ് മേജർ ജനറൽ. ഫീൽഡ് മാർഷൽ, ജനറൽ, ലെഫ്റ്റനൻറ്റ് ജനറൽ, മേജർ ജനറൽ, ഇതാണ് അതിൻ്റെ ഓർഡർ. ഇന്ത്യയിൽ ഫീൽഡ് മാർഷൽ പദവി ലഭിച്ചിട്ടുള്ള 2 വ്യക്തിക്കാണ്, സാം മനേക്ഷയ്ക്കും KM കരിയപ്പയ്ക്കും. ഫീൽഡ് മാർഷൽ പദവി നൽകുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ഈ പദവി നൽകുന്നത്. ഇന്ത്യയിൽ ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച 2 വ്യക്തികളാണ്, ഒന്ന് കരിയപ്പയും മറ്റൊന്ന് സാം മനേക്ഷയും. മാർഷൽ ഓഫ് ദി എയർഫോഴ്സ് പദവി ലഭിച്ച ഏക വ്യക്തി. ഇനി എയർഫോഴ്സിൽ ഈ മാർഷൽ ഓഫ് എയർഫോഴ്സ് എന്ന ആ ഒരു പദവി, എയർ ചീഫ് മാർഷൽ, ആ പദവി ലഭിച്ചത് ഒരു വ്യക്തിയാണ്, അർജുൻ സിംഗ്. എയർ ചീഫ് മാർഷൽ എന്ന പദവി ലഭിച്ച ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് അർജുൻ സിംഗ് ആണ് ഇന്ത്യയിൽ. ഫീൽഡ് മാർഷൽ ആണ്. ഇതിന് തുല്യമായ പദവിയാണ് ഈ മാർഷൽ ഓഫ് എയർഫോഴ്സ് എന്ന് പറയുന്നത്. അതിന് തുല്യമായി നാവികസേനയിലുള്ള പദവി ഏതായിരിക്കും? അഡ്മിറൽ ഓഫ് ദി ഫ്ലീറ്റ്. ഈ അഡ്മിറൽ ഓഫ് ദ ഫ്ലീറ്റ് എന്ന പദവി ഇതുവരെ ആർക്കും ലഭിച്ചിട്ടില്ല. അഡ്മിറൽ ഓഫ് ദി ഫ്ലീറ്റ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂരിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി തിരുവനന്തപുരത്തെ വലിയ മലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ഹൈദരാബാദിലാണ് നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് എവിടെയാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ഡെറാഡൂണിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എവിടെയാണ്? ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദ്.
ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ബാംഗ്ലൂരുവിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി വലിയമല, തിരുവനന്തപുരത്തെ വലിയമലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി. നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്റർ ഹൈദരാബാദിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിമോട്ട് സെൻസിങ് ആണെങ്കിൽ ഡെറാഡൂണിലും, നാഷണൽ റിമോട്ട് സെൻസിങ് ആണെങ്കിൽ ഹൈദരാബാദിലുമാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഹൈദരാബാദിലാണ്. അഹമ്മദാബാദിലാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിലാണ്. അടുത്തത്, USA ഈസ് ദ ബിഗ്ഗസ്റ്റ് പാർട്ട്ണർ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പേസ് പ്രോഗ്രാംസ്. ഇന്ത്യയിലെ സ്പേസ് പ്രോഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള പാർട്ട്ണറായിട്ട് നിൽക്കുന്നത് USA ആണ്. താരാപൂർ അറ്റോമിക് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? താരാപൂർ അറ്റോമിക് റിസർച്ച് സ്റ്റേഷൻ മഹാരാഷ്ട്രയിലാണ്. കൂടംകുളം ന്യൂക്ലിയർ പ്രൊജക്റ്റ് എവിടെയാണ്? തമിഴ്നാടുവിലാണ്. താരാപൂർ അറ്റോമിക് റിസർച്ച് സ്റ്റേഷൻ മഹാരാഷ്ട്രയിലും കൂടംകുളം ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റ് തമിഴ്നാടുവിലുമാണ്. Agni 5 missile is an intercontinental ballistic missile. It is indigenously developed by India. It ranges between 5,000 to 6,000 kilometers. Department of Defense Research and Development comes under Ministry of Defense. In India, Hassan Karnataka and Bhopal MP has master control facility. Field Marshal, General, Lieutenant General and Major General is the decreasing order of officers in the Indian Army. Chief of Air Force is called Air Chief Marshal. Indian Institute of Astrophysics is in Bangalore. USA is the biggest partner in the development of space programs. Tarapur Atomic Research Station is in Maharashtra. Kudangulam Nuclear Power Project is in Tamil Nadu. Narora Atomic Power Station എവിടെയാണ്? Narora Atomic Power Station. Narora Atomic Power Station ഉത്തർപ്രദേശിലാണ്. Narora Atomic Power Station is in UP. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എവിടെയാണ്? ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ ഈസ് ഇൻ മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. ആസാം റൈഫിൾ ഈസ് ദ ഓൾഡസ്റ്റ് പാരാമിലിറ്ററി ഇൻ ദ കൺട്രി. ആസാം റൈഫിൾസ് എന്ന് പറയുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു പാരാമിലിറ്ററിയാണ്. ആർമി ഡേ ഒബ്സർവ് ചെയ്യുന്നത് ജാനുവരി 15th ആർമി ഡേ ഈസ് ഒബ്സർവ്ഡ് ഇൻ ജാനുവരി 15th. The headquarters of Mazagon Dockyard Limited is in Mumbai. Mazagon Dockyard Limited, headquarters of Mazagon Dockyard Limited. എന്താണ് Mazagon Dockyard Limitedൻ്റെ പ്രത്യേകത? Mazagon Dockyard Limited ഒരു ഷിപ്പ് ബിൽഡേഴ്സ് ആണ്. വാർഷിപ്പ്, അതുപോലെ തന്നെ സബ്മറൈൻസ്, ഇത്തരത്തിലുള്ള ഒരു ഷിപ്പ് ബിൽഡേഴ്സാണ് Mazagon Dockyard. ഈ Mazagon Dockyard എവിടെയാണ്? മുംബൈയിലാണ് Mazagon Dockyard. നറോറ അറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്റർ. ആസാം റൈഫിൾസ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു പാരാമിലിറ്ററിയാണ് നമ്മുടെ കൺട്രിയിൽ. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു പാരാമിലിറ്ററിയാണ് ആസാം റൈഫിൾസ്. ആർമി ഡേ എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്? എന്നാണ് ആർമി ഡേ? ആർമി ഡേ ജനുവരി 15 ആർമി ഡേ. ഹെഡ്ക്വാർട്ടർ ഓഫ് Mazagon Dockyard. Mazagon Dockyardൻ്റെ ഹെഡ്ക്വാർട്ടർ എവിടെയാണ്? മുംബൈയിലാണ് Mazagon Dockyard Limited. Mazagon Dockyard Limited ഷിപ്പൊക്കെ ബിൽഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. Mazagon ഷിപ്പ് ബിൽഡേഴ്സ്, വാർഷിപ്പ്, അതുപോലെ സബ്മറൈൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന ഈ Mazagon Dockyard Limited മുംബൈയിലാണുള്ളത്. BrahMos is a supersonic cruise missile that can be launched from submarines, ഷിപ്പിൽ നിന്ന്, എയർക്രാഫ്റ്റിൽ നിന്ന്, ലാൻഡിൽ നിന്നൊക്കെ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർസോണിക് ആയിട്ടുള്ള ഒരു ക്രൂയിസ് മിസൈലാണ് BrahMos. ഇറ്റ് ക്യാൻ ഹിറ്റ് അറ്റ് എ മാക്സിമം ഓഫ് റേഞ്ച് ഓഫ് 290 കിലോമീറ്റർ, 290 കിലോമീറ്റർ റേഞ്ചിൽ വരെ പോകാനായിട്ട് സാധിക്കുന്ന ഒരു സൂപ്പർസോണിക് ആയിട്ടുള്ള ക്രൂയിസ് മിസൈൽ. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കത് ലോഞ്ച് ചെയ്യാം. അതായത് സബ്മറൈൻസിൽ നിന്നോ, ഷിപ്പിൽ നിന്നോ, എയർക്രാഫ്റ്റിൽ നിന്നോ, ലാൻഡിൽ നിന്നൊക്കെ ലോഞ്ച് ചെയ്യുന്ന ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് BrahMos. ഇറ്റ്സ് capability to hit the surface target as a low as 10 meters of altitude. 10 meters ഓൾട്ടിറ്റ്യൂഡിന് താഴെയുള്ള ആ ഒരു സർഫസിൽ വരെ ഇതിന് ടാർഗറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആണ് BrahMos. ഇന്ത്യ പർച്ചേസസ് മാക്സിമം ഡിഫൻസ് എക്യുപ്മെൻറ്റ്. ഇന്ത്യ കൂടുതലും ഇന്ത്യയുടെ ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൂടുതലും ഇന്ത്യ വാങ്ങുന്നത് USA കയ്യിൽ നിന്നുമാണ്. പിന്നെ ധ്രുവ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ലൈറ്റ് ഹെലികോപ്റ്ററാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരുമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഈസ് അറ്റ് ബാംഗ്ലൂർ. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് വാസ് സെറ്റപ്പ് ഇൻ 1985. 1985 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് വന്നത്. 1985 എവിടെയാണ്? DSIR ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് DSIR വാസ് സെറ്റപ്പ് അറ്റ് 1985. ഇറ്റ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റ് ന്യൂഡൽഹിയിലാണ്.
BrahMos is a supersonic cruise missile that can be launched from submarine, ship, aircraft or land. It can hit maximum range of 290 kilometers. It has the capacity to hit the surface target as low as 10 meters of altitude. India purchased its maximum defense equipment from USA. Dhruva is advanced light helicopter. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ഹെലികോപ്റ്ററാണ് ധ്രുവ. ഒരു ഹെലികോപ്റ്ററാണ് ധ്രുവ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ഹെലികോപ്റ്ററാണ് ധ്രുവ എന്നത്. ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് DSIR വാസ് സെറ്റപ്പ് അറ്റ് 1985. 1985 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് സെറ്റപ്പ് ചെയ്യുന്നത്. അടുത്താണ് നാഷണൽ മാപ്പ് പോളിസി. നാഷണൽ മാപ്പ് പോളിസി എന്നാണ് അനൗൺസ് ചെയ്യുന്നത്? മെയ് 2005 ഇത്തരത്തിലുള്ളൊരു പോളിസി കൊണ്ടുവരുന്നത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റാണ് കൊണ്ടുവരുന്നത്. 2005 മെയ് 19 അതായത് എന്തെങ്കിലും ഒക്കെ ഒരു കമ്പനിക്ക് സ്പേഷ്യൽ ഡേറ്റകളൊക്കെ എടുക്കണമെങ്കിൽ ഒരു നിയമം ഒക്കെ കൊണ്ടുവരുന്ന ഒന്നാണ് ഈ നാഷണൽ മാപ്പ് പോളിസി. അതാണ് ഇത്. ഈ നാഷണൽ മാപ്പ് പോളിസി ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് 2021 ഫെബ്രുവരി 15 മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ജിയോ സ്പേഷ്യൽ ഡേറ്റ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ പബ്ലിക് യൂസായിട്ട് അവൈലബിൾ ചെയ്യാം. യാതൊരു തരത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലുകളോ ഒന്നും ഇപ്പോൾ ആവശ്യമില്ല. അപ്പം നാഷണൽ മാപ്പ് പോളിസി ആദ്യം വന്നത് മെയ് 2005 മെയ് 19 2005 ഇപ്പോൾ പുതിയതായിട്ട് അതിൽ കുറേ മാറ്റങ്ങൾ വന്നു എന്നാണ് 2021 ഫെബ്രുവരി 15. അതുവഴി ഇപ്പോൾ ജിയോ സ്പേഷ്യലായിട്ടുള്ള ഡേറ്റകളെല്ലാം പബ്ലിക്കിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നോ ഗവൺമെൻറ് അപ്രൂവൽ, യാതൊരു തരത്തിലുള്ള ഗവൺമെൻറ് അപ്രൂവലുകളും ഈ സ്പേഷ്യൽ ഡേറ്റ ഉപയോഗിക്കുന്നതിൽ ഇപ്പോൾ വേണ്ട. അതേസമയം വേറെ കമ്പനികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്പേഷ്യൽ ഡേറ്റകൾ ഉപയോഗിക്കുന്നതിൽ ചില ഗവൺമെൻറ് അപ്രൂവലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമായിരുന്നു ജിയോ സ്പേഷ്യൽ ഡേറ്റകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുതിയൊരു മാപ്പിംഗ് പോളിസി ഫെബ്രുവരി 15, 2021 വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ജിയോ സ്പേഷ്യൽ ഡേറ്റ ഇന്ന് പബ്ലിക് യൂസിന് അവൈലബിൾ ആണ്. ഇത് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും എന്ന ഒരു ആശയത്തിൻ്റെ ആത്മനിർഭർ ഭാരത് എന്ന ആശയത്തിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ജിയോ സ്പേഷ്യൽ ഡേറ്റ പബ്ലിക്കിന് യൂസ് ചെയ്യാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കാം. ഡിഫൻസ് സീരീസ് മാപ്പ് ബേസ്ഡ് ഓൺ ലംബേർഡ് കൺഫോമൽ കോണിക് പ്രൊജക്ഷൻ. ഡിഫൻസ് സീരീസ് മാപ്പുകളൊക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഒരു ലംബേർഡ് കൺഫോമൽ ആയിട്ടുള്ള ഒരു ക്രോണിക് പ്രൊജക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. അതൊരു കോണിക് പ്രൊജക്ഷനാണ്. എയറോനോട്ടിക്കൽ ചാർട്ടുകളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോണിക് മാപ്പ് പ്രൊജക്ഷനാണ് ലംബേർഡ് കൺഫോമൽ കോണിക് പ്രൊജക്ഷൻ. അപ്പോൾ ഡിഫൻസ് സീരീസ് മാപ്പുകളൊക്കെ ഇത്തരത്തിലൊരു ലംബേർഡ് കൺഫോമൽ കോണിക് പ്രൊജക്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ലംബേർഡ് കൺഫോമൽ കോണിക് പ്രൊജക്ഷൻ. അടുത്താണ് സർവേ ഓഫ് ഇന്ത്യ. സർവേ ഓഫ് ഇന്ത്യ ഈസ് ദ ഫോർഫ്രണ്ട് ഓഫ് പ്രൊവൈഡിങ് ടൈഡൽ ഇൻഫോർമേഷൻ ഫോർ ദ ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനിലെ ടൈഡൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസൊക്കെ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർവേ ഓഫ് ഇന്ത്യയാണ് അതിന് മുൻകൈ എടുത്തിരിക്കുന്നത്. അപ്പം സർവേ ഓഫ് ഇന്ത്യ ഈസ് ഇൻ ദ ഫോർ ഫ്രണ്ട് ഓഫ് പ്രൊവൈഡിങ് ടൈഡൽ ഇൻഫോർമേഷൻ ഫോർ ദ ഇന്ത്യൻ ഓഷ്യൻ എന്നാണ് സർവേ ഓഫ് ഇന്ത്യ വന്നത് 1767. സർവേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അണ്ടർ UNDP. സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു നാഷണൽ മാപ്പിംഗ് ഏജൻസി ഓഫ് ദ കൺട്രിയാണ്. അണ്ടർ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഈസ് ദ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സർവേ ഓഫ് ഇന്ത്യയാണ്. 1767 സർവേ ഓഫ് ഇന്ത്യ വന്നത്. ഈ സർവേ ഓഫ് ഇന്ത്യ തന്നെയാണ് ഈ ടൈഡൽ ഇൻഫോർമേഷൻ, ഇന്ത്യൻ ഓഷ്യൻസിൻ്റെയൊക്കെ ടൈഡൽ ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊരു മാപ്പിംഗ് ഏജൻസിയാണ്. ഇതിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇത് UNDPയുടെ കീഴിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. SOE, സർവേ ഓഫ് ഇന്ത്യ വിൽ റീഡിഫൈൻ ദ വെർട്ടിക്കൽ ഡേറ്റം ഓഫ് ജിയോഡ് ബൈ എസ്റ്റാബ്ലിഷ്മെൻറ്റിങ് എ നെറ്റ്വർക്ക് ത്രൂ ഔട്ട് ദ കൺട്രി. രാജ്യത്തിൻ്റെ ജിയോഡൈമറ്റിക് ഇൻഫ്രാസ്ട്രക്ചർ നവീകരണത്തിനായി വിവിധ സംരംഭങ്ങൾ ഈ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുത്തിട്ടുണ്ട്. സർവേ ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഡെറാഡൂൺ, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രൈം മിനിസ്റ്ററാണ് ഹർഷ് വർദ്ധൻ. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രൈം മിനിസ്റ്ററാണ് ഹർഷ് വർദ്ധൻ. അപ്പം സയൻസ് ആൻഡ് ടെക്നോളജി സർവേ ഓഫ് ഇന്ത്യ എന്നാണ് ഡെവലപ്പ് ചെയ്തത്? 1767 സർവേ ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തത്. ഇതൊരു മാപ്പിംഗ് ഏജൻസിയാണ്. ഇതിൻ്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദിലാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ്. ഇത് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പ്രൈം മിനിസ്റ്ററാണ്. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മിനിസ്റ്ററാണ് ഹർഷ് വർദ്ധൻ. SOE will redefine the vertical datum of geode by establishing a network throughout the country. SOE will redefine the vertical datum of geode by establishing a
നെറ്റ്വർക്ക് ത്രൂ ഔട്ട് ദ കൺട്രി. സർവേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഹൈദരാബാദിലാണ്. സർവേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? സർവേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദിലാണ്, അണ്ടർ UNDP. Under the Ministry of Science and Technology, the Survey of India was set up in 1767. 1767 മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കീഴിൽ സർവേ ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തത്. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ഡിപ്പാർട്ട്മെൻറ്റാണ് സർവേ ഓഫ് ഇന്ത്യ. ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. നാഷണൽ മിഷൻ ഫോർ സസ്റ്റെയിനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റം ആൻഡ് നാഷണൽ മിഷൻ ഫോർ സ്ട്രാറ്റജിക് നോളജ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ആർ ദ മിഷൻസ് ലോഞ്ച്ഡ് ബൈ ദ നാഷണൽ ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പം നാഷണൽ ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് ഇത് ലോഞ്ച് ചെയ്തതെന്നാണ് നാഷണൽ ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് 2008 ലോഞ്ച് ചെയ്താണ് നാഷണൽ ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇതെന്ന് പറയുന്നത് ഫോക്കസ് ഓഫ് കീപ്പിംഗ് ഇറ്റ്സ് കാർബൺ എമിഷൻ, അതായത് കാർബൺ എമിഷൻസ് ലോ ചെയ്യുക, ക്ലൈമറ്റ് ചേഞ്ചിന് കാരണമാകുന്ന ഘടകങ്ങളെല്ലാം റെഡ്യൂസ് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള മിഷൻ. ഏകദേശം 8 മിഷൻസ് ഈ നാഷണൽ ആക്ഷൻ പ്ലാനിന് ഫോർ ക്ലൈമറ്റ് ചേഞ്ചിന് കീഴിലുണ്ട്. ആ 8 മിഷനിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നാഷണൽ സോളാർ മിഷൻ ഈ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിന് കീഴിൽ വരുന്നതാണ് നാഷണൽ സോളാർ മിഷൻ. നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ വാട്ടർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ഹിമാലയം എക്കോസിസ്റ്റം, ഗ്രീൻ ഇന്ത്യ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, നാഷണൽ മിഷൻ ഓർ സ്ട്രാറ്റജിക് നോളജ് ഫോർ ക്ലൈമറ്റ് ചേഞ്ച്. ഇങ്ങനെ 8 മിഷനുകൾ ഈ നാഷണൽ ആക്ഷൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ചിന് കീഴിലുണ്ട്. 8 മിഷനിൽ 2 മിഷനാണ് ഒന്ന് ഇവിടെ തന്നിരിക്കുന്ന നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനിങ് ദ ഹിമാലയൻ എക്കോസിസ്റ്റവും നാഷണൽ മിഷൻ ഫോർ സ്ട്രാറ്റജിക് നോളജ് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അല്ലാതെ ഉള്ള മിഷനുകളാണ് നാഷണൽ സോളാർ മിഷൻ, നാഷണൽ മിഷൻ ഫോർ എൻഹാൻസ്ഡ് എനർജി എഫിഷ്യൻസി, നാഷണൽ മിഷൻ ഓൺ സസ്റ്റൈനബിൾ ഹാബിറ്റാറ്റ്, നാഷണൽ വാട്ടർ മിഷൻ, ഗ്രീൻ ഇന്ത്യ മിഷൻ, നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ എന്നിവ. നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. അടുത്താണ് സൃഷ്ടി. സൃഷ്ടി is the main policy goal to let path for India is the main policy goal for the new space, new science, technology and innovation policy STI. സൃഷ്ടി എന്നത് എന്താണ്? സയൻസ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സിസ്റ്റം ഫോർ ഹൈ ടെക്നോളജി ലെഡ് പാത്ത് ഫോർ ഇന്ത്യ എന്നാണ് സൃഷ്ടിയുടെ ഫുൾ ഫോം. സൃഷ്ടി എന്നാൽ സയൻസ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സിസ്റ്റം ഫോർ ഹൈ ടെക്നോളജി ലെഡ് പാത്ത് ഫോർ ഇന്ത്യ. The new science, technology and innovation policyയുടെ ഒരു ഗോളാണ്. ഗോൾ ഓഫ് ന്യൂ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി, അതാണ് സൃഷ്ടി. 2013 ST പോളിസി വന്നത്. റിലീസ്ഡ് ഇൻ ദ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്, കൊൽക്കട്ടയിലെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിലാണ് STI പോളിസി 2030 വന്നത്. സൃഷ്ടി എന്നത് ന്യൂ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസിയുടെ ഒരു ഗോളാണ്. ന്യൂ സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസിയുടെ സൃഷ്ടി എന്നാൽ സയൻസ് റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ സിസ്റ്റം ഫോർ ഹൈ ടെക്നോളജി ലെഡ് പാത്ത് ഫോർ ഇന്ത്യ. സൃഷ്ടി the main policy goal to let a path for India is the main policy goal for new science technology and innovation policy. അത് നോക്കാം. DRDO test fired a short range air to air missile അസ്ത്ര, the range of which is 25 to 40 കിലോമീറ്റർ. അപ്പോൾ DRDO ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എയർ ടു എയർ മിസൈലാണ് അസ്ത്ര എന്നുള്ളത്. ഈ അസ്ത്രയുടെ റേഞ്ച് 25 മുതൽ ഏകദേശം 40 കിലോമീറ്റർ വരെ ഈ എയർ ടു എയർ മിസൈലായിട്ടുള്ള അസ്ത്ര പോവും. ISRO successfully launched its 14th communication satellite GSAT-31 from the Space Center of French Guiana on February 5, 2019 via rocket Ariane 5. ISRO GSAT-31 ഒരു 40ാമത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് GSAT-31. എവിടെ നിന്നാണ്? ഫ്രഞ്ച് ഗ്യാനയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ഫെബ്രുവരി 5, 2019 വിക്ഷേപണം. Ariane 5 എന്ന് പറയുന്ന ആ ഒരു റോക്കറ്റിൽ നിന്നായിരുന്നു ISRO ഈ GSAT-31 എന്ന ഇന്ത്യയുടെ 40ാമത്തെ വാർത്താവിനിമയ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഫ്രഞ്ച് ഗ്യാനയിൽ ഫെബ്രുവരി 5, 2019 Ariane 5 എന്ന റോക്കറ്റിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഈ GSAT സീരീസിൽ ഉള്ള കുറച്ച്
ഉപഗ്രഹങ്ങൾ നോക്കാം. GSAT-11 ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-11. ഇതിനെ വലിയ പക്ഷി എന്ന് പറയുന്നുണ്ട്. വലിയ പക്ഷി ഇത് ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-11. GSAT എന്ന ജിയോ സിൻക്രണൈസ്ഡ് സാറ്റലൈറ്റ്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. GSAT എന്ന 17 ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് GSAT-17. പിന്നെ GSAT-7 ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ വാർത്താവിനിമയ ശൃംഖലകൾ മെച്ചപ്പെടുത്തുന്നതിനായി വിക്ഷേപിച്ച ഉപഗ്രഹമാണ് GSAT-7. ആംഗ്രി ബേർഡ് എന്നും കൂടി ഈ GSAT-7ക്ക് പേരുണ്ട്. GSAT-29 ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-29. ഇത് വിക്ഷേപിച്ച വാഹനം GSLV Mark 3 D2 ആണ്. GSAT-19 ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹമാണ് GSAT-19. ഒന്നും കൂടെ നോക്കാം. GSAT-31 GSAT-31ൻ്റെ പ്രത്യേകത എന്താണ്? GSAT-31 40ാമത്തെ വാർത്താവിനിമയ ഉപഗ്രഹമാണ്. ഇത് ഫ്രഞ്ച് ഗ്യാനയിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഫെബ്രുവരി 5, 2019 വിക്ഷേപണം. എറൈൻ 5 എന്ന റോക്കറ്റിലാണ് ഇത് വിക്ഷേപിക്കുന്നത്. GSAT-11 ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമാണ് ഈ GSAT-11. വലിയ പക്ഷി എന്ന പേരും കൂടി ഈ GSAT-11നുണ്ട്. GSAT-17 ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള രണ്ടാമത്തെ ഭാരം കൂടിയ ഉപഗ്രഹമാണ് GSAT-17. GSAT-7 ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ വാർത്താവിനിമയ ശൃംഖലകളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമാണ് GSAT-7. ഇന്ത്യൻ വ്യോമസേനയുടെ തന്ത്രപ്രധാനമായ വാർത്താവിനിമയ ശൃംഖലകൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് വിക്ഷേപിച്ച ഒരു ഉപഗ്രഹമാണ് GSAT-7. ആംഗ്രി ബേർഡ് എന്ന പേരും GSAT-7ക്കുണ്ട്. GSAT-29 ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT-29 ആണ്. അതേസമയം ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT-11 ആണ്. ഇത് വിക്ഷേപിച്ച GSLV Mark 3 D2ലാണ് GSAT-29 വിക്ഷേപിച്ചത്. GSAT-19 ആണ് ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹം. എന്നാൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ രണ്ടാമത്തെ ഉപഗ്രഹം GSAT-17 ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച രണ്ടാമത്തെ ഭാരം കൂടിയ ഉപഗ്രഹം GSAT-19മാണ്. The satellite waving 2535 kg will be used in VSAT network. Televisions, uplinks, digital satellite news gathering, DTH television service and cellular backhaul connectivity and among other services. VSAT എന്ന് പറയുന്നത് ഏറ്റവും വെരി സ്മോൾ അപ്പറേച്ചർ ടെർമിനലാണ്. ഇതൊരു ഡേറ്റ ട്രാൻസ്മിഷൻ ടെക്നോളജിയാണ്. മെനി ടൈപ്സ് ഓഫ് ഡേറ്റ മാനേജ്മെൻറ്റ് ആൻഡ് ഹൈ ഫ്രീക്വൻസി ട്രേഡിങ് ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ ടെക്നോളജിയാണ് VSATൻ്റെ ഫുൾ ഫോം എന്താണ്? വെരി സ്മോൾ അപ്പറേച്ചർ ടെർമിനൽ. വെരി സ്മോൾ ആയിട്ടുള്ള അപ്പറേച്ചർ ടെർമിനൽ. വെരി സ്മോൾ അപ്പറേച്ചർ ടെർമിനൽ very small aperture terminal is a data transmission technology used for many types of data management and high frequency trading. VSAT can be used in place of large physical network as it bounces a signal from satellite instead of being transported through physical means like an Ethernet connection. VSAT നമുക്ക് ഒരു വലിയ ഫിസിക്കൽ നെറ്റ്വർക്കിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് VSAT ഒരു ഫിസിക്കൽ നെറ്റ്വർക്കിന് പകരം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ഡേറ്റ ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് VSAT എന്ന് പറയുന്നത്. The satellite waving 2535 kg will be used in VSAT നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത് അങ്ങനെയുള്ള സാറ്റലൈറ്റാണ്. ടെലിവിഷൻ, അപ്ലിങ്ക്, ഡിജിറ്റൽ സാറ്റലൈറ്റ് ന്യൂസ് ഗാദറിംഗ്, DTH ടെലിവിഷൻ സർവീസ്, സെല്ലുലാർ ബാക്ക് ഹോൾ കണക്ടിവിറ്റി ആൻഡ് എമംഗ് അതർ സർവീസസിനും ഈ VSAT എന്ന് പറയുന്ന ഈ ടെക്നോളജി യൂസ് ചെയ്യാം. VSAT എന്നാൽ വെരി സ്മോൾ അപ്പറേച്ചർ ടെർമിനൽ ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ ടെക്നോളജിയാണെന്ന് ഓർത്തിരിക്കുക. VSAT ഈസ് എ ഡേറ്റ ട്രാൻസ്മിഷൻ ടെക്നോളജി. ഒരു ഫിസിക്കൽ നെറ്റ്വർക്കിന് പകരമായിട്ട് തന്നെ VSAT നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ISRO has placed the world's lightest satellite, CalamSat V2, in the Earth orbit. Along with this, the imaging satellite Microsat R has also been sent into space. Both these satellites were launched through PSLV-44 launch vehicle from Satish Dhawan Space Center. ISRO has placed the world ലോകത്തിലെ തന്നെ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സാറ്റലൈറ്റാണ് CalamSat V2. ഇതിൻ്റെ ഭാരം എന്ന് പറയുന്നത് 126 കിലോഗ്രാമാണ്. ഇത് വിക്ഷേപിച്ച വാഹനം PSLV 44 ഇത് വികസിപ്പിച്ചത് സ്പേസ് കിഡ്സ് ഇന്ത്യ ആണ്. ഇത് വികസിപ്പിച്ചത് ആരാണ്? സ്പേസ് കിഡ്സ് ഇന്ത്യ.
ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹമാണ് കലാംസാറ്റ് V2. കലാംസാറ്റ് V2വിനൊപ്പം ISRO വിജയകരമായി പരീക്ഷിച്ച ഉപഗ്രഹം കൂടിയാണ് മൈക്രോസാറ്റ് 6. എന്നായിരുന്നു 2019 ജാനുവരി 24 മൈക്രോസോഫ്റ്റ് 6 വിക്ഷേപിച്ചത്. കലാംസാറ്റ് V2 എൻ്റെ ഭാരം 126 കിലോഗ്രാമാണ്. PSLV C-44 കലാംസാറ്റ് V2 വിക്ഷേപിച്ചത്. സ്പേസ് കിഡ്സ് ഇന്ത്യയാണ് ഇത് വികസിപ്പിച്ചത്. ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വികസിപ്പിച്ച് ISRO വിക്ഷേപിച്ച ആദ്യ ഉപഗ്രഹം കൂടിയാണ് കലാംസാറ്റ് V2. കലാംസാറ്റ് V2വിനോടൊപ്പം ISRO വിജയകരമായി പരീക്ഷിച്ച ഒരു ഉപഗ്രഹം കൂടിയാണ് മൈക്രോസാറ്റ് 6. കലാംസാറ്റ് V2വിനോടൊപ്പം ISRO വിജയകരമായി പരീക്ഷിച്ച ഉപഗ്രഹമാണ് മൈക്രോസാറ്റ് 6. കലാംസാറ്റ് V2 was created by Space Kids India, a Chennai-based space education firm ആണത്. Chennai-based space education firm. ISRO has established India's first human space flight center at Bangalore. ഒരു ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ, മനുഷ്യനെ എത്തിക്കാനുള്ള, ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഒരു ISROയുടെ പദ്ധതിയാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ. അത് എവിടെയൊന്നും ബാംഗ്ലൂരിലുണ്ട്. ഇപ്പം ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദിസ് സെൻറ്റർ വിൽ ലോഞ്ച് ഫസ്റ്റ് ഹ്യൂമൻ സ്പേസ് മിഷൻ ബൈ ദ എൻഡ് ഓഫ് ഒക്ടോബർ 2022. ഏകദേശം ഒക്ടോബർ 2020 മനുഷ്യനെ സ്പേസിൽ എത്തിക്കുക എന്നുള്ള ഇന്ത്യയുടെ ഒരു പദ്ധതിയാണ്. ഹ്യൂമൻ മിഷൻ വിൽ ഇൻക്ലൂഡ് 1 woman astronaut. The first unmanned mission will be sent in December 2020 and the second mission will be sent in 2022. Human Space Flight Center was inaugurated at ബാംഗ്ലൂരു. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ, അപ്പോൾ ഇതിനോട് മുന്നോടിയായിട്ടാണ് ബാംഗ്ലൂരിൽ ഇപ്പം ഒരു ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ എവിടെയാണ്? ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂരുവിലാണ്. ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ഈസ് അറ്റ് ബാംഗ്ലൂരു. 2022 ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ പദ്ധതിയാണ്. ഗഗൻയാൻ വിക്ഷേപണം നടത്താനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന വാഹനമാണ് GSLV Mark 3. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന വ്യോമമിത്ര റോബോട്ട് വികസിപ്പിച്ചത് ISRO ഇനീഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ് ISSU വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്താണ്. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമാകുന്ന വ്യോമമിത്ര റോബോട്ട് വികസിപ്പിക്കുന്ന സ്ഥാപനമാണ് ISRO ഇനീഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ്. ISRO ഇനീഷ്യൽ സിസ്റ്റം യൂണിറ്റ് എവിടെയാണ്? വട്ടിയൂർക്കാവ്, തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലാണ് ISRO ഇനീഷ്യൽ സിസ്റ്റം യൂണിറ്റ്. ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഗഗൻയാൻ പദ്ധതിയിൽ ISROയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യങ്ങളാണ് റഷ്യയും ഫ്രാൻസും. ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ആ ഒരു ഗഗൻയാൻ പദ്ധതിയിൽ ISROയുമായി സഹകരിക്കുന്ന വിദേശ രാജ്യങ്ങളാണ് റഷ്യയും ഫ്രാൻസും. ബഹിരാകാശ സഞ്ചാരികൾക്ക് പരിശീലനം നൽകുന്ന രാജ്യമാണ് റഷ്യ. പദ്ധതിയുടെ ആരംഭകാലത്ത് ഗഗൻയാന് നേതൃത്വം നൽകുന്നതിനായി തിരഞ്ഞെടുത്ത ഒരു മലയാളി ശാസ്ത്രജ്ഞയായിരുന്നു VR ലളിതാംബിക. VR ലളിതാംബിക ആരാണ്? ഒരു ശാസ്ത്രജ്ഞയാണ്. ഈ ഗഗൻയാൻ പദ്ധതിയുടെ ആരംഭകാലത്ത് ഇതിന് നേതൃത്വം നൽകുന്നതിനൊക്കെയായിട്ട് തിരഞ്ഞെടുത്ത ഒരു മലയാളിയായിട്ടുള്ള വനിതയാണ് VR ലളിതാംബിക. ഗഗൻയാൻ ദൗത്യത്തിനായി ബാംഗ്ലൂരു ആസ്ഥാനമായി ആരംഭിച്ച ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ഡയറക്ടറായി നിയമിതനായ മലയാളിയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. ഗഗൻയാൻ ദൗത്യത്തിനായി ബാംഗ്ലൂരു ആസ്ഥാനമായി ആരംഭിച്ച ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ഡയറക്ടറായി നിയമിതനായ മലയാളിയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? R. ഹഡനാണ് ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ. ISRO has established India's first human space flight center at Bangalore. This center will launch the first human space mission by the end of October 2022. This human mission will include a 1 woman astronaut. The first unmanned mission will be sent in December 2020 and the second mission will be sent in 2022. Human Space Flight Center was inaugurated at Bangalore. 2020 ഇന്ത്യയിലെ ഒരു ബഹിരാകാശ പദ്ധതിയാണ്, ISROയുടെ പദ്ധതിയാണ്. ഗഗൻയാൻ പദ്ധതിയൊക്കെയായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന വാഹനം വിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വാഹനമാണ് GSLV Mark 3.
ഇന്ത്യയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമാകുന്ന വ്യോമമിത്ര റോബോട്ടിനെ വികസിപ്പിക്കുന്ന IISU ആണ് ISRO ഇനീഷ്യൽ സിസ്റ്റം യൂണിറ്റ്. IISUവിൻ്റെ ആസ്ഥാനം വട്ടിയൂർക്കാവ് തിരുവനന്തപുരമാണ്. ഇന്ത്യക്കാരെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഗഗൻയാൻ പദ്ധതിയിൽ ISROയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളാണ് റഷ്യയും ഫ്രാൻസും. ബഹിരാകാശ സഞ്ചാരികൾക്ക് പരിശീലനമൊക്കെ നൽകുന്നത് റഷ്യയാണ്. പദ്ധതിയുടെ ആരംഭകാലത്ത് ഗഗൻയാന് നേതൃത്വം നൽകുന്നതിനായിട്ട് തിരഞ്ഞെടുത്തൊരു മലയാളി വനിതയായിരുന്നു VR ലളിതാംബിക. ഗഗൻയാൻ ദൗത്യത്തിനായി ബാംഗ്ലൂരു ആസ്ഥാനമായി ആരംഭിച്ച ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ഡയറക്ടറായിട്ട് നിയമിതനായ മലയാളിയായിരുന്നു ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ. ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു R ഹഡൻ. S. Unnikrishnan is the founder director of HSFC. Union Cabinet has already approved budget of 9,023 crore for this project. This center will be responsible for the implementation of Gaganyaan project. ISRO launched the Electronic Intelligence Satellite EMISAT with the help of Indian rocket PSLV. ISRO ഒരു ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് സാറ്റലൈറ്റ് ആയിട്ടുള്ള എമിസാറ്റ് ലോഞ്ച് ചെയ്തു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇന്ത്യൻ റോക്കറ്റ് PSLVയുടെ ഹെൽപ്പോടുകൂടി. എമിസാറ്റ് വാസ് launched for DRDO. എമിസാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് ആൻ ഐ ഓൺ മൂവ്മെൻറ്റ് അറ്റ് ബോർഡർ. എമിസാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ്പ് ആൻ ഐ ഓൺ മൂവ്മെൻറ്റ് അറ്റ് ബോർഡർ. എമിസാറ്റിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. എമിസാറ്റ് എന്ന് പറഞ്ഞാൽ ലോഞ്ച് ചെയ്തത് ഏകദേശം 2019 ഏപ്രിൽ 1-നാണ്. 2019 ഏപ്രിൽ 1-ന് ലോഞ്ച് ചെയ്തതാണ് എമിസാറ്റ്. എമിസാറ്റ് ഡിറ്റക്ട് ഇലക്ട്രോണിക് സിഗ്നൽസ് ഓൺ ഗ്രൗണ്ട്, എസ്പെഷ്യലി ഹിഡൻ എനിമി റഡാർ. അതായത് ഈ എമിസാറ്റ് യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് ഇതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. കീപ്പ് ആൻ ഐ ഓൺ മൂവ്മെൻറ്റ് അറ്റ് ബോർഡറിലാണ് എമിസാറ്റ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് എമിസാറ്റ് ഇലക്ട്രോണിക് സിഗ്നൽസ് ഗ്രൗണ്ടിലുള്ള ഇലക്ട്രോണിക് സിഗ്നൽസ്, അതായത് എനിമീസിൻ്റെ റഡാറിൽ നിന്നുള്ള ഇലക്ട്രോണിക് സിഗ്നൽസിനെയൊക്കെ ഇതിന് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദ കപ്പാസിറ്റി വിൽ ഹെൽപ്പ് ഇന്ത്യ ഇൻ സർജിക്കൽ, പല വാർസിലൊക്കെ ഇത് ഈ കപ്പാസിറ്റി ഇന്ത്യക്ക് ഹെൽപ്പ് ചെയ്യുന്നു. എമിസാറ്റ് ഹാസ് ബീൻ ഡെവലപ്ഡ്, DRDO ആണ് ഈ എമിസാറ്റ് ഡെവലപ്പ് ചെയ്തത്. പ്രോജക്റ്റ് കൗഡില്യ വിച്ച് എയിം ടു ബൂസ്റ്റ് ഇന്ത്യാസ് സർവലൻസ് കപ്പാസിറ്റി. ഒരു കൗഡില്യ എന്ന പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് എമിസാറ്റ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊരു ഫസ്റ്റ് ഏപ്രിൽ 2019-ലാണ് എമിസാറ്റ് ലോഞ്ച് ചെയ്തത്. ഇത് PSLV C-45-ലാണ്. ISRO launched the Electronic Intelligence Satellite EMISAT with the help of Indian rocket PSLV C-45-ലാണ് ലോഞ്ച് ചെയ്തത്. PSLV C-40. എമിസാറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് സാറ്റലൈറ്റ് ആണ്. എമിസാറ്റ് എന്നാൽ ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് സാറ്റലൈറ്റ് ആയിട്ടുള്ള എമിസാറ്റ് ലോഞ്ച് ചെയ്ത് PSLV C-45. ഇത് ഫസ്റ്റ് ഏപ്രിൽ 2019-ലാണ്. ഫസ്റ്റ് ഏപ്രിൽ 2019 PSLV C-45 ഇലക്ട്രോണിക് ഇൻ്റലിജൻസ് സാറ്റലൈറ്റ് ആയിട്ടുള്ള എമിസാറ്റ് ലോഞ്ച് ചെയ്തത്. എമിസാറ്റ് its main objective is to monitor electronic or any kind of human activity on the border of Pakistan. Earlier ISRO launched Microsat R for DRDO. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? എനിമീസിൻ്റെ സിഗ്നൽസൊക്കെ, അതായത് റഡാറിൽ നിന്നുള്ള സിഗ്നൽസൊക്കെ ക്യാപ്ചർ ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുക. ഇതായിരുന്നു എമിസാറ്റ്. പല വാർസിലൊക്കെ ഇന്ത്യനെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഫസ്റ്റ് ഏപ്രിൽ 2019-ലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. PSLV C-45-ലൂടെയാണ്. PSLV C-45. ISRO ഹാസ് സ്റ്റാർട്ടഡ് എ സ്പെഷ്യൽ പ്രോഗ്രാം. ISRO റീസെൻ്റായിട്ടൊരു സ്പെഷ്യൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമാണ്. 2019-ലാണ് ഈ യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രോഗ്രാം ഈസ് മെയിൻലി ഇമ്പാർട്ട് ബേസിക് നോളജ് ഓൺ സ്പേസ് ടെക്നോളജി, സ്പേസ് സയൻസ് ആൻഡ് സ്പേസ് ആപ്ലിക്കേഷൻ ടു യൂത്ത് വിത്ത് ദ ഇൻറ്റൻഷൻ ഓഫ് അറൗസിങ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ദ എമേർജിംഗ് ഫീൽഡ് ഓഫ് സ്പേസ് ആക്ടിവിറ്റി. അങ്ങനെ ISRO ലോഞ്ച് ചെയ്തിട്ടുള്ള ഏറ്റവും ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്, യങ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാമാണ് യുവിക എന്ന പ്രോഗ്രാം ഒരു പരിശീലന പരിപാടിയാണ്. കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്ത് പല സംസ്ഥാനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമെല്ലാം സെലക്ട് ചെയ്തിട്ട് അവർക്ക് പരിശീലനം നൽകുന്ന ഒരു ISROയുടെ പരിപാടിയാണ് യുവിക എന്ന പരിപാടി. ഇത് 2019-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രോഗ്രാം ഈസ് മെയിൻലി ടു ഇമ്പാർട്ട് ബേസിക് നോളജ് ഓൺ സ്പേസ് ടെക്നോളജിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഒരു നോളജൊക്കെ ലഭിക്കുക, സ്പേസ് സയൻസ് ആൻഡ് സ്പേസ് ആപ്ലിക്കേഷൻ ടു ദ യൂത്തിന് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അറൗസിങ് ദർ ഇൻട്രസ്റ്റ് ഇൻ ദ എമേർജിംഗ് ഫീൽഡ് ഓഫ് സ്പേസ് ആക്ടിവിറ്റിയിൽ അവർക്ക് ഇൻട്രസ്റ്റൊക്കെ കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ISRO 2019 ആരംഭിച്ച ഒരു പ്രോഗ്രാമാണ് യുവിക. ISRO ഹാസ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ വർക്ക് ഓൺ
work on a plan to establish its own space station by 2030. ഏകദേശം 2030 ISROയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായിട്ടൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കുക എന്നതാണ്. USA ആൻഡ് റഷ്യ ബിൽഡ് ദ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇൻ 1998 ആസ് എ ജോയിൻറ്റ് പ്രൊജക്റ്റ്. US അതുപോലെ തന്നെ റഷ്യയും അവരുടെ ഒരു കമ്പൈൻ ചെയ്തിട്ടുണ്ട്. 1998 ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ലക്ഷ്യം 2030 കൂടിയിട്ട് ഒരു സ്പേസ് സ്റ്റേഷൻ ISRO തീരുമാനിച്ചിട്ടുണ്ട്. ISRO ഹാസ് ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ വർക്ക് ഓൺ എ പ്ലാൻ ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഓൺ സ്പേസ് സ്റ്റേഷൻ ബൈ 2030. ചൈന ഹാസ് ലോഞ്ച്ഡ് 2 സ്പേസ് സ്റ്റേഷൻ. ചൈനയുടെ കീഴിൽ ഇപ്പോൾ 2 സ്പേസ് സ്റ്റേഷൻ ചൈന ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് തിയാങ്കോങ് 1ഉം തിയാങ്കോങ് 2ഉമാണ്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഈസ് സിറ്റുവേറ്റഡ് 400 കിലോമീറ്റർ എബോവ് ദ എർത്ത്. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആരുടെ ജോയിൻറ്റ് മിഷനായിരുന്നു? US-ൻ്റെയും റഷ്യയുടെയും കൂടെ ഒരു ജോയിൻറ്റ് മിഷനാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ലോഞ്ച് ചെയ്ത് 1998 ഏകദേശം എർത്തിൽ നിന്ന് 400 കിലോമീറ്റർ എബോവ് ആയിട്ടാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇപ്പോൾ ഉള്ളത്. എർത്തിൽ നിന്നും 400 കിലോമീറ്റർ എബോവ്. അടുത്താണ് ഗഗൻയാൻ മിഷൻ, ദ ഫസ്റ്റ് മാൻഡ് സ്പേസ് മിഷൻ ഓഫ് ISRO പ്രപ്പോസ് ടു ലോഞ്ച് ബൈ 2022. ഏകദേശം 2002 ലോഞ്ച് ചെയ്യണമെന്ന ആണ് ഗഗൻയാൻ മിഷൻ ISRO പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഗഗൻയാൻ മിഷൻ, ദ ഫസ്റ്റ് മാൻഡ് മിഷൻ ഓഫ് ISRO പ്രപ്പോസ് ടു ലോഞ്ച് ബൈ 2022. ISRO ലോഞ്ച്ഡ് കാർട്ടോസാറ്റ് 3 സാറ്റലൈറ്റ്. കാർട്ടോസാറ്റ് 3 സാറ്റലൈറ്റ് ആണ് ISRO ലോഞ്ച് ചെയ്തു ഓൺ 27 November 2019. Cartosat 3 satellites was launched with the help of PSLV C-47 from Satish Dhawan Space Center in Sriharikota. Cartosat 3 is a remote sensing or Earth observational satellite. Cartosat 3 is equipped with a high resolution imaging capacity. This satellite will also help in monitoring India's border and natural disasters. It will be placed in an orbit of 509 km at an inclination of 97.5 degrees. അതായത് ISRO കാർട്ടോസാറ്റ് 3 എന്ന് പറയുന്ന സാറ്റലൈറ്റ് 2019 നവംബർ 27 കാർട്ടോസാറ്റ് 3 സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തു. കാർട്ടോസാറ്റ് 3 ലോഞ്ച് ചെയ്ത വെഹിക്കിൾ PSLV C-47 ആണ്. ഇത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് ലോഞ്ച് ചെയ്തത്. ഏകദേശം ഒരു 11ഓളം നാനോ സാറ്റലൈറ്റുകൾ ഇതിലുണ്ടായിരുന്നു. കാർട്ടോസാറ്റ് 3ൻ്റെ മെയിനായ ലക്ഷ്യം നമുക്ക് ഹൈ റെസൊല്യൂഷനിലുള്ള ഒരു പിക്ചേഴ്സൊക്കെ ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. കാർട്ടോസാറ്റ് 3 ഈസ് എ റിമോട്ട് സെൻസിങ് ഓർ എർത്ത് ഒബ്സർവേഷണൽ സാറ്റലൈറ്റ് ആണ്. റിമോട്ട് സെൻസിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ എർത്തിനെ ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എർത്ത് ഒബ്സർവേഷണൽ ആയിട്ടുള്ളൊരു സാറ്റലൈറ്റാണ്. കാർട്ടോസാറ്റ് 3 ഈസ് എക്വിപ്ഡ് വിത്ത് ഹൈ റെസൊല്യൂഷൻ ഇമേജിങ് കപ്പാസിറ്റി. നമ്മൾ കാർട്ടോസാറ്റ് 3ക്ക് ഹൈ റെസൊല്യൂഷനിലുള്ള ഇമേജുകൾ എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, അതിലുണ്ട്. സാറ്റലൈറ്റ് വിൽ ഓൾസോ ഹെൽപ്പ് ഇൻ മോണിറ്ററിങ് ഇന്ത്യാസ് ബോർഡർ ആൻഡ് നാച്ചുറൽ ഡിസാസ്റ്റർ. ഇന്ത്യയുടെ ബോർഡറുകൾ, അതുപോലെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് സംഭവിച്ച സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ ഹൈ റെസൊല്യൂഷനിലായിട്ടുള്ള പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജസ് എടുക്കാനുള്ള കപ്പാസിറ്റി എന്തുണ്ട്? കാർട്ടോസാറ്റ് 3ക്കുണ്ട്. ഇറ്റ് വിൽ ബി പ്ലേസ്ഡ് ഇൻ ആൻ ഓർബിറ്റ് ഓഫ് 509 km at an inclination of 97.5 degrees. Government launches DD Science and India Science channels. Government launches DD Science and India Science channels. India Science is an online channel on DD National from Monday to Saturday from 5 p.m. to 6 p.m. DD Science and India Science channels will feature science-based documentaries, studio-based discussions, and virtual walkthrough of scientific institutions, interviews, and short films. ഗവൺമെൻറ് ലോഞ്ച് ചെയ്യുന്നുണ്ട് DD സയൻസ്, അതുപോലെ തന്നെ ഇന്ത്യ സയൻസ് ചാനൽ. DD സയൻസ് ആൻഡ് ഇന്ത്യ സയൻസ് ചാനൽ. ഇന്ത്യ സയൻസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ചാനലാണ്. DD നാഷണലിലുള്ള ഒരു ഓൺലൈൻ ചാനൽ. ഫ്രം മൺഡേ ടു സാറ്റർഡേ 5 PM മുതൽ 6 PM വരെയുള്ള ഒരു ഓൺലൈൻ ചാനലാണ് ഇന്ത്യ സയൻസ്. DD സയൻസ് ആൻഡ് ഇന്ത്യൻ സയൻസ് ചാനൽ വിൽ ഫീച്ചർ സയൻറ്റിഫിക് ബേസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററീസ്, സ്റ്റുഡിയോ ബേസ്ഡ് ഡിസ്കഷൻസ്, ആൻഡ് വെർച്വൽ വാക്ക് ത്രൂ ഓഫ് സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇൻ്റർവ്യൂസ് ആൻഡ് ഷോർട്ട് ഫിലിംസ്. ഇതൊക്കെ ഈ ചാനലിലൂടെ കാണിക്കുന്നതിന് ഇൻ്റർവ്യൂകളും സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഷോർട്ട് ഫിലിംസിനെ കുറിച്ചൊക്കെ ഈ ചാനൽ കാണിക്കുന്നുണ്ട്.